ഹലോ. അപ്പോൾ ഇതാ എല്ലാവരും അക്ഷമയോടെ കാത്തിരുന്ന് നമ്മുടെ ബിഗ് ബോസ് വന്നു. ഇനി കുറേ കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് തരംഗമായിരിക്കും. ഇനി ബിഗ് ബോസ് നമ്മുടെ ശരിക്കുള്ള എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ എന്തുണ്ട്, അഗ്നിപരീക്ഷ ഉണ്ട് അല്ലേ? അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് കണ്ടോ? ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാം. കണ്ടവരെന്തായാലും അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ടാസ്ക് കാര്യങ്ങളൊക്കെ. ആളുകളുടെ ഒരു കമൻറ്റ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇതൊരുമാതിരി ഓണപ്പരിപാടി പോലെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നത്. അതായത് ഓണത്തിന് നമ്മൾ കുറേ ഗെയിംസൊക്കെ കൊടുക്കുമല്ലോ, അതുപോലെ ഉണ്ട്. പിന്നെ കുറേ പേര് പറയുന്നത് നമ്മുടെ സ്റ്റാർ മാജിക് പോലെ ഉണ്ട്. സ്റ്റാർ മാജിക്കിലും നമുക്കറിയാം കുറേ ടാസ്കുകളൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. സോ അതുപോലെ ഉണ്ടെന്നാണ് ഓരോരുത്തരുടെ അഭിപ്രായം. നമുക്കറിയാം മലയാളത്തിൽ ആദ്യമായിട്ടാണ് അഗ്നിപരീക്ഷ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ സ്റ്റാർ മാജിക് പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കോമണേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത വരുന്നത്. 40 കോമണേഴ്സ് ആണ് നമുക്കുള്ളത്. 3 ജഡ്ജസ് ഉണ്ട്. ജഡ്ജസ് നമുക്കറിയാം രഞ്ജിനി, റിയാസ് ആൻഡ് അഖിൽ മാരാറാണ്. പിന്നെ എനിക്ക് തോന്നി സാബുമോൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്താണെന്നറിയില്ല, പണ്ട് ഈ മിടുക്കി എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ കണ്ടപ്പം എനിക്ക് സാബുമോൻ്റെ ആ ഒരു ചോദ്യം ചോദിക്കലും ആ ഒരു രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത്തെ കാര്യമാണേ പറയുന്നത്. അപ്പോൾ സാബുമോൻ എനിക്കൊരു ജഡ്ജായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ 21 ദിവസത്തെ ഒരു പോരാട്ടമാണ് ഇത് നടക്കാൻ പോകുന്നത്. റെനീഷയാണ് ആങ്കറായിട്ടുള്ളത്. എന്തോ ആങ്കറിങ് റെനീഷൻ്റെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, 40-ൽ 20 പേരെയാണ് ആദ്യം ഇവർ ടാസ്കിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. മണിച്ചിത്രത്താഴ് എന്നൊരു ടാസ്ക് കൊടുത്തിട്ടാണ് 20 പേരെ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ 20 പേരെ ഇവർ 3 ഗ്രൂപ്പാക്കും. രഞ്ജിനി ഗ്രൂപ്പ്, റിയാസ് ഗ്രൂപ്പ്, നമ്മുടെ അഖിൽ മാരാറിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ വരും. ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായ ടാസ്കുകളായിരിക്കും കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഇന്നായവർ ഇൻ ഹൗസിലേക്കും ബാക്കിയുള്ളവർ ഔട്ട് ഹൗസിലേക്കും ആണ് പോവുക. ഓക്കെ, ഇനി ബാക്കിയുള്ള 20 പേരുണ്ടല്ലോ, ഇപ്പം സെലക്ട് ആയ 20 പേരല്ലാതെ ഇനിയും 20 പേരെ ബാക്കിയുണ്ടല്ലോ, അവരെ അടുത്ത എപ്പിസോഡിലാണ് കൊണ്ടുവരുന്നത്. അപ്പം ഈ എപ്പിസോഡിൽ എന്താ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിനി ഗ്രൂപ്പിൽ ഫുൾ സ്ത്രീകളാണ്, ബാക്കി ഗ്രൂപ്പിൽ മിക്സഡ് ആണ്. സോ രഞ്ജിനി ഗ്രൂപ്പിൽ ഫുൾ സ്ത്രീകളാണ്. ഇവരുടെയൊക്കെ ഇൻട്രോ ഉണ്ട് കേട്ടോ. എല്ലാ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഇൻട്രോ ഉണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ഓരോ ഗ്രൂപ്പ് വരുവാണ്. ഫസ്റ്റ് രഞ്ജിനി ഗ്രൂപ്പാണ്, ആദ്യം റിയാസ് ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അവർക്ക് ഇൻവേർട്ടഡ് പിരമിഡ് എന്നുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നമ്മുടെ നോർമൽ കളികളാണ് കേട്ടോ, പിരമിഡ് ഉണ്ടാക്കുന്നത്. അതിൽ പ്രണവാണ് ഇന്നായിട്ടുള്ളത്. ദെൻ നമ്മുടെ രഞ്ജിനി ഗ്രൂപ്പ് വന്നിട്ട് അതിൽ പാർവതിയാണ് ഇന്നായിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഒരു കൺഫ്യൂസിങ് ഉള്ള ടാസ്ക് ആയിരുന്നു. പിന്നെ അടുത്തത് അഖിൽമാരാറിൻ്റെ ഗ്രൂപ്പ് ഷിജിൻ ആണ് ഇന്നായിട്ടുള്ളത് കേട്ടോ. അപ്പം മൊത്തം 8 പേര് ഔട്ട് ഹൗസിലേക്കും ഇൻ ഹൗസിലേക്ക് 12 പേരുമാണ് സെലക്ട് ആയിട്ടുള്ളത്. ബാക്കി 20 പേരുടേത് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എപ്പിസോഡിലാണ് ഉണ്ടാവുക. ടാസ്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വിശദീകരിച്ച് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് മുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ എന്തായാലും ബിഗ് ബോസ് കാണുന്നവർ കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അല്ലാത്തവരും അഭിപ്രായം പറയണം. ഓക്കെ.